ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം നമ്മൾ അറിഞ്ഞു. വിഷ്ണു കൊച്ചിക്കാരൻ, അലിൻ ജോസ് പെരേര ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നടന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ പേരിൽ കുറേ ആളുകൾ മുതലെടുത്തിട്ട് അവരെ തെറ്റിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഇത് വലിയ പ്രശ്നമായിട്ട് മുന്നോട്ട് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. മനസ്സിലായില്ലേ? ഇത് നിങ്ങളൊക്കെ വഴക്ക് കൂർന്ന് കാണുമ്പോൾ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ അവർ നിങ്ങളെ ആ രീതിയിൽ വിലയിരുത്തും. നിങ്ങൾക്കാണ് പോകാനുള്ളത്. അതായത് വഴിയിൽ വെച്ച് തെറിവിളി അതൊക്കെ ഉള്ളത് വലിയ മോശമായൊരു കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടികൾ അവസാനിപ്പിക്കുക. എന്തെങ്കിലും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ സംസാരിച്ച് അത് സോൾവ് ചെയ്ത് ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അല്ലാണ്ട് വഴിയരി കിടന്ന് തെറിവിളിയൊന്നും വലിയ ശാശ്വതമൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും ഒരു ശാശ്വതമല്ല. മനസ്സിലായില്ലേ? ഒറ്റ ജീവിതമുള്ളത് നല്ല രീതിയിൽ ആഘോഷിച്ച് മുന്നോട്ട് പോവുക. അതേ പറയാനുള്ളൂ. അലിൻ ജോസിനോടാണെങ്കിലും വിഷ്ണുവിനോടാണെങ്കിലും എനിക്കൊന്നേ പറയുള്ളൂ. നിങ്ങളൊക്കെ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. എന്നിട്ട് ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു തമാശ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതും കയറി പിടിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിനി കണ്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? ഈ കാണുന്ന കാണികൾ പല കമൻറ്റും തെറിയും പറയാനുണ്ടാവും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അടി ഇടിയും അല്ലെങ്കിൽ ഒരു ഞോണ്ടും കിട്ടാത്ത ആരുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം കൂടി ആരും മാന്യരൊന്നുമില്ല. അതുകൊണ്ട് വിഷ്ണു ആണെങ്കിലും അല്ലാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയാണ്. വെറുതെ വഴക്കും കാര്യങ്ങളും പറയാണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോവാം കേട്ടോ. വെറുതെ വഴി കിടന്നിട്ട് ഉന്തും തള്ളും പിടുത്തവും തെറിവിളി അത് കേൾക്കുന്നവരാണ് തെറിവിളിയും. അത് കുറേ കമൻറ്റിലൂടെ അതുകൊണ്ട് നല്ല രീതിയിൽ പോട്ടാലല്ലേ വിഷ്ണുവിൻ്റെ അടുത്ത് പറയണം. നല്ല രീതിയിൽ മുന്നോട്ട് പോകും.